Hello everyone, welcome back to another video. യെസ്, എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇപ്പൊ പഠിക്കുന്നതിന്റെ വലിയ തിരക്കുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ലൈവ് സെഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയൊക്കെ പഠിച്ചാലും നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംശയമുണ്ട്. എന്താന്നല്ലേ, എന്താണ് പ്രധാനമായിട്ടും എക്സാമിന് വരാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ, ഏത് ഭാഗത്തിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ളത്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ PYQ ഒക്കെ നോക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടാവുക. കറക്റ്റ്? ഓക്കെ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ചെറിയൊരു സൊല്യൂഷനുമായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മുടെ NIOSന്റെ സൂപ്പർ 30 പ്രഡിക്ഷൻ ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. വാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട് ഹിസ്റ്ററി. about 20 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ 20 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പഠിക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും വേണം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിലൊക്കെ ഉണ്ടാകും. ആ ചോദ്യത്തിനുള്ള പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. Yes, so before jumping into my new session, I would like to welcome all of you into my new class. എല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. റൈറ്റ്. അപ്പോൾ ഹിസ്റ്ററിയുടെ കോഡ് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാം. ഇറ്റ്സ് 315 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഒരു 5 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിനുശേഷം നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following deities was known as the weather god in Rigvedic period? അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഋഗ്വേദിക് പീരിയഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു വേദിക് ഏജ് എന്ന ചാപ്റ്റർ അല്ലെ. വേദിക് ഏജ് എന്ന ചാപ്റ്ററിൽ വേദിക് സൊസൈറ്റിയെ കുറിച്ചും അവിടുത്തെ റിലീജിയനെ കുറിച്ചും ആര്യന്മാർ ആരൊക്കെയാണ് എന്നുള്ളതും വേദിക് ലിറ്ററേച്ചർ എന്തൊക്കെയാണ് എന്നിങ്ങനെ കുറച്ച് അധികം നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഐ തിങ്ക് ചാപ്റ്റർ 4 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് വേദിക് റിലീജിയൻ. അപ്പൊ വേദിക് റിലീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹു എമംഗ് ദ ഫോളോയിങ് ഡീറ്റീസ് വാസ് നോൺ ആസ് ദ വെദർ ഗോഡ് ഇൻ ദ ഋഗ്വേദിക് പീരിയഡ്? അപ്പൊ എന്താ ചോദ്യം? ഋഗ്വേദിക് പീരിയഡില് വെദർ ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡേറ്റി അല്ലെങ്കിൽ ആ ഒരു ഗോഡ് ആരാണ്? സോ യു ഹാവ് ദ ഓപ്ഷൻസ് ഹിയർ. ഏതൊക്കെയാണ്? എ അഗ്നി, ബി വരുണ, സി ഇന്ദ്ര, ഡി യമ. ഓക്കെ, അപ്പൊ അഗ്നി. നമുക്കറിയാം അഗ്നി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ലൈറ്റ്നിങ്ങിന്റെ എന്താണ് ഗോഡാണ് അല്ലെ. ഇറ്റ്സ് സംതിങ് കണക്റ്റഡ് ടു ഫയർ, അതാണ് അഗ്നി. അപ്പോ അഗ്നിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ എന്താണ്? വരുണ. വരുണ ഈസ് കൺസിഡേർഡ് ആസ് ഗോഡ് ഓഫ് ക്ലൗഡ് എന്ന പേരാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് വാട്ട്? ഓഷ്യൻ, സ്കൈ എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗോഡാണ് വരുണ. അപ്പൊ വരുണയും അല്ല. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണ്, അതാണ് ഓപ്ഷൻ സി, ഇന്ദ്ര. ഇന്ദ്ര ഈസ് കൺസിഡേർഡ് ആസ് ഗോഡ് ഓഫ് റെയിൻ, സൺഷൈൻ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ആൻഡ് യമ ഈസ് കൺസിഡേർഡ് ആസ് ഗോഡ് ഓഫ് ഡെത്ത് അല്ലെ, മരണത്തിന്റെ ഗോഡാണ്. ആൻഡ് ഹി ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഗോഡ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ഗോഡായിട്ടും യമയെ കണക്കാക്കുന്നുണ്ട്. സോ യമ അല്ല ആൻസർ. സോ വി ഹാവ് ദ റൈറ്റ് ആൻസർ ഹിയർ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ഇന്ദ്ര. സോ ഇന്ദ്ര ഈസ് കണക്റ്റഡ് ഓർ ഹി ഈസ് കൺസിഡേർഡ് ആസ് ഗോഡ് ഓഫ് വാട്ട്? വെദർ. വേദിക് പീരിയഡിൽ വെദർ ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവം ആരാണ്? ഇന്ദ്രയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
So let me read the second question. Which metal was mainly acquired by the Harappans from the K3 mines in Rajasthan? അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. നമുക്ക് പഠിക്കാനുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് അല്ലെ, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട്. അതിലെ പ്രധാനപ്പെട്ട ടൗൺസ്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമായിരുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർന്നു പോവാൻ ഇടയായത്, ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വിച്ച് മെറ്റൽ വാസ് മെയിൻലി അക്വയർഡ് ബൈ ദ ഹാരപ്പൻസ് ഫ്രം ദ K3 മൈൻസ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ K3 മൈൻസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് രാജസ്ഥാനിൽ നിന്നും കൂടുതലായിട്ട് മെറ്റൽസ് ഹാരപ്പൻസിന് കിട്ടിയിരുന്നു, അത് ഏത് മൈനിൽ നിന്നാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് K3 മൈൻ ആണെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ചോദ്യം എന്താണ്? ഏത് മെറ്റലാണ് രാജസ്ഥാനിലെ K3 മൈനുകളിൽ നിന്നും, മൈൻസിൽ നിന്നും, നമ്മുടെ ഖനികളിൽ നിന്നും ഹാരപ്പൻ ജനതയ്ക്ക് ലഭിച്ചിരുന്നത്? സോ ദ ഗിവൺ ഓപ്ഷൻസ് ആർ എ ഗോൾഡ്, ബി സിൽവർ, സി കോപ്പർ ആൻഡ് ഡി ലെഡ്. ആസ് പെർ ദ ഗിവൺ ഓപ്ഷൻസ് our correct answer is C copper. ഏതാണ് കറക്റ്റ് ആൻസർ? സി കോപ്പർ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ രാജസ്ഥാനിലെ K3 മൈനുകളിൽ നിന്നും, ഖനികളിൽ നിന്നും ഹരപ്പൻ ജനതയ്ക്ക് ലഭിച്ചിരുന്നത് കോപ്പർ എന്ന മെറ്റൽ ആയിരുന്നു. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഓരോ റിലീജിയനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ ഹാരപ്പൻ സിവിലൈസേഷനിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്, ഇപ്പൊ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഗ്രാനറിയെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. പിന്നീട് അവിടെ അവരുടെ ക്രാഫ്റ്റ്, അവരൊരു ബ്രോൺസിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ഗേൾ പേൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു വീഴാൻ കാരണം? ഹാരപ്പൻ സിവിലൈസേഷൻ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതായത് ഏർലി ഹാരപ്പൻ സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ് ആൻഡ് ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ 3 സ്റ്റേജിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഓവർ. നൗ മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ഹു എമംഗ് ദ ഫോളോയിങ് സക്സീഡഡ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്? യെസ്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്? ഗുപ്ത ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഗുപ്ത ഡൈനാസ്റ്റി. ഇവിടെ ചോദ്യം എന്താ? ഹു എമംഗ് ദ ഫോളോയിങ് സക്സീഡഡ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്? ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ ഫോളോ ചെയ്ത് വന്ന റൂളർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ ഗിവൺ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ശ്രീഗുപ്ത, ബി സമുദ്രഗുപ്ത, സി ചന്ദ്രഗുപ്ത സെക്കൻഡ് ആൻഡ് ഡി കുമാരഗുപ്ത. നമ്മൾ ആദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ബി സമുദ്രഗുപ്തയാണ് ചന്ദ്രഗുപ്തയ്ക്ക് ശേഷം ഗുപ്ത ഡൈനാസ്റ്റി ഭരിച്ചത്. അപ്പൊ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗുപ്ത രാജാക്കന്മാരുടെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം വന്നത് സമുദ്രഗുപ്തയാണ് എന്ന് മനസ്സിലായി. അതിനുശേഷം വന്ന റൂളർ ആരാണ്? രാമഗുപ്തയാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, ദെൻ രാമഗുപ്ത, അതിനുശേഷം വന്ന റൂളർ ആണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇപ്പൊ 4 റൂളറായി. അപ്പൊ ആരൊക്കെയായി? ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, രാമഗുപ്ത, അതിനുശേഷം വന്നിരിക്കുന്നതാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്, ദെൻ കുമാരഗുപ്ത, ദെൻ സ്കന്ദഗുപ്ത. അപ്പൊ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ വേണ്ടി പറ്റും. എനിവേ ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം ഇന്ത്യ ഭരിച്ചിരുന്നത് സമുദ്രഗുപ്തയായിരുന്നു. So the given answer is option B, Samudragupta. Now moving on to the fourth question, that is what was the primary ideological conflict during the Cold War? കോൾഡ് വാറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 പ്രധാനപ്പെട്ട ബ്ലോക്കുകളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ഇവര് തമ്മിലുള്ള വാറാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു സായുധ യുദ്ധമായിരുന്നില്ല, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു യുദ്ധമായിരുന്നില്ല. മറിച്ചോ ദാറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അല്ലെ. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ആശയപരമായിട്ടുള്ള ഒരു വാറിനെയാണ് കോൾഡ് വാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവിടെ ഇപ്പം ഈ ആളുകൾക്ക് ജീവന ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഉപയോഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ഗിവൺ ഓപ്ഷൻസ് എന്തൊക്കെയാ? എ ഡെമോക്രസി വേഴ്സസ് മൊണാർക്കി,
oligarchy, B. fascism versus socialism, C. capitalism versus communism, D. nationalism versus imperialism. So as per the given option, we have the right answer. Enda capitalism versus what? കമ്മ്യൂണിസം അല്ലെ. അവര് ഫോളോ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ഏതായിരുന്നു? ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസം, കമ്മ്യൂണിസം. അവരുടെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസം ആൻഡ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഏതാണ്? ക്യാപിറ്റലിസം. ഇത് രണ്ടുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. Who is known as father of Ayurveda? ആയുർവേദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചരക കൊടുത്തിട്ടുണ്ട്, ചാണക്യ കൊടുത്തിട്ടുണ്ട്, കനിഷ്ക കൊടുത്തിട്ടുണ്ട്, ഹരിസേന കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ചരക, he is known as father of Ayurveda. ചാണക്യ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മൗര്യ സാമ്രാജ്യത്തില് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത് മെയിൻ എന്താ പറയാ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു അംഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചാണക്യൻ്റെതാണ് അർത്ഥശാസ്ത്രം. ഇദ്ദേഹം തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ചാണക്യൻ എന്ന പേരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ കൗട്ടില്യൻ എന്ന പേരിൽ കൂടെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നെ കനിഷ്ക ഒരു റൂളറാണ്, ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ആയുർവേദത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ചരകനെയാണ്. അപ്പൊ ചരക ചാണക്യ എന്നുള്ള പേര് മാറിപ്പോരുത്. ചാണക്യൻ മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കൊട്ടാരത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നൽകുന്ന പുസ്തകമാണ് അർത്ഥശാസ്ത്രം. സോ ആസ് പെർ ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ചരകയാണ് റൈറ്റ് ആൻസർ. ഇനി എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. അതിന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. ഇത് 1857 റിവോൾട്ട്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ഓർഗനൈസ്ഡ് റിവോൾട്ട് ആണ് 1857 കലാപം. നമുക്കറിയാലോ 1857 കലാപം സ്റ്റാർട്ട് ചെയ്യുന്നു. ശിപായി മ്യൂട്ടിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ അല്ലെങ്കിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഈ കലാപത്തിന് രൂപം നൽകിയത്. മീററ്റിലാണ് അല്ലെ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ കലാപം സ്റ്റാർട്ട് ചെയ്തത്. ചോദ്യം എന്താ? എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 റിവോൾട്ട് ഫെയിലിയർ ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? കോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണമാണ്. അപ്പൊ നമ്മളൊരു 4 കാരണമെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. സോ ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന ആൻസേഴ്സ് ഒന്ന് നോക്കാം. The sepoys lacked one clear leader. There were several. Okay, sepoys എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യൻ പട്ടാളക്കാർ അറിയപ്പെട്ടിരുന്നത് സിപ്പോയ്സ് എന്ന പേരിലായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഒറ്റ ആളല്ല ലീഡർ ആയിട്ടുണ്ടായിരുന്നത്, പല പല ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അന്ന് ഈ ലഹളയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, they also did not have the coherent plan by which the foreigners would be routed. അതായത് ഈ അവർക്കൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് ഒരു പ്രത്യേകിച്ചും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അവരിനി എങ്ങനെ മുൻപോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഈ കലാപകാരികൾക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫോറിനേഴ്സിന്, അതായത് ബ്രിട്ടീഷുകാർക്ക് അത് ഉണ്ടായിരുന്നു. ഇന്ത്യൻ റൂളേഴ്സ് ഹു എയ്ഡഡ് ദ റിവോൾട്ട് ഡിഡ് നോട്ട് envision any plan for the country after the British were defeated. മറ്റൊന്ന്, ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇനി എങ്ങാനും ബ്രിട്ടീഷുകാരെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരെ നമ്മൾ പരാജയപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് മുൻപോട്ടേക്ക് പോകേണ്ടത്, അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നില്ല. മേജർ നോർത്തേൺ ഇന്ത്യ വാസ് എഫക്റ്റഡ് ബൈ ദിസ് റിവോൾട്ട്. ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യ, അതായത് സദേൺ ഇന്ത്യ, ഈ റിവോൾട്ട് സദേൺ ഇന്ത്യ തെക്കേ ഇന്ത്യയിലേക്ക് വന്നിട്ട് പോലും ഇല്ല പ്രോപ്പർ ആയിട്ട്. ഏറ്റവും കൂടുതൽ ഈ റിവോൾട്ട് എഫക്ട് ചെയ്തത് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കായിരുന്നു. ആർക്കാണ്? നോർത്ത് ഇന്ത്യയില്. ദ 3 presidencies of Bengal, Bombay and Madras remained mostly unaffected.
സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിഡൻസീസ് ആണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്നതാണ് മദ്രാസ്, ബംഗാൾ ആൻഡ് ബോംബെ. ബംഗാൾ വരുന്നത് ഏകദേശം ഒരു നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മദ്രാസും അതേപോലെ തന്നെ മലബാറും ഒന്നും എന്തായിട്ടുണ്ടായിരുന്നില്ല, അൺഅഫക്റ്റഡ് ആയിരുന്നു. ഈവൻ ബോംബെയും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ബോംബെയും ഒന്നും ചെയ്യാൻ കലാപകാരികൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെയായിരുന്നു റീസൺസ്. ഒരു പവർഫുൾ ലീഡർ ഉണ്ടായിരുന്നില്ല, ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യ മൊത്തമായിട്ടും എഫക്റ്റ് ആയെങ്കിലും ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കുലുക്കി മറിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അടുത്ത ചോദ്യം എന്താണ്? Yes, explain the main features of the Maratha administration. Maratha administration എന്ന് പറയുന്ന ഭരണാധികാരവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഹിസ്റ്ററിയിൽ മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം പഠിക്കാനുണ്ട്. അതിൽ ഓരോ സ്റ്റേറ്റിന്റെയും സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, കേന്ദ്രീകൃത ഭരണം എങ്ങനെയാണ്, പ്രവിശ്യാ ഭരണം എങ്ങനെയാണ് എന്നീ കാര്യങ്ങളായിരുന്നു പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മറാത്ത അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫീച്ചർ, മറാത്ത ഭരണത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഛത്രപതി ശിവജിയുടെ നേതൃത്വത്തിലായിരുന്നു മറാത്ത അഡ്മിനിസ്ട്രേഷൻ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡീവൽ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ നോക്കാം. മറാത്ത അഡ്മിനിസ്ട്രേഷൻ refers to the rule of Chhatrapati Shivaji Maharaja and his successors over a kingdom. Chanakya's well-established concept of Indian statecraft served as the foundation of Maratha administration. നേരത്തെ പറഞ്ഞ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഛത്രപതി ശിവജിയുടെ മറാത്ത അഡ്മിനിസ്ട്രേഷൻ നിലനിന്നിരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. The king was in charge of everything. മറാത്ത ഭരണത്തില് എല്ലാത്തിന്റെയും അധികാരം രാജാവിന്റെ കയ്യിലായിരുന്നു. 8 departments commanded by ministers. They were known as അഷ്ടപ്രധാൻ. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അഷ്ടപ്രധാൻ എന്താന്ന് ചോദിക്കും. അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞാല് മിഡീവൽ കാലഘട്ടത്തില് ഇന്ത്യ ഭരിച്ചിരുന്ന ഛത്രപതി ശിവജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മിനിസ്ട്രി അറിയപ്പെട്ടിരുന്നത്, മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിലാണ്. അഷ്ടം ഇസ് എ സാൻസ്ക്രിറ്റ് വേർഡ് ദാറ്റ് മീൻസ് 8. അപ്പൊ 8 മന്ത്രിമാർ അടങ്ങിയിരുന്ന ഒരു കൗൺസിൽ ആയിരുന്നു രാജാവിനെ ഭരണകാര്യത്തില് അല്ലെങ്കിൽ ഭരണകാര്യങ്ങളില് സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 8 ministers എന്ന് അറിഞ്ഞിരിക്കേണ്ടേ? നോക്കാം. Number 1 is Peshwa. Peshwa is one of the 8 ministers who was in charge of finance and overall Maratha administration. Maratha administrationുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാർജും, ഫിനാൻസ് ചാർജും പേഷ്വയ്ക്കായിരുന്നു. മറ്റൊരു ആളെന്ന് പറയുന്നത് സേനാപതിയാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, മിലിറ്ററി കമാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സേനാപതി. ആൻഡ് he is known as the Sari Naubad under the ministers. മറ്റൊന്ന് മജൂംദാർ. He was in charge of accounting. ഇങ്ങനെ നമ്മള് സ്ഥിതി വിവര കണക്ക് അല്ലെങ്കിൽ കണക്ക് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് മജൂംദാർ. അപ്പൊ ആരൊക്കെയായി? പേഷ്വയായി, സേനാപതിയായി, മജൂംദാറായി. അടുത്തതാണ് ദ വോക്കായി നാവീസ് എന്ന് പറയുന്ന വ്യക്തി. He was in charge of the post, intelligence and domestic issues. ഇപ്പം പോസ്റ്റ്, കത്തുകളും മറ്റും, റോയൽ ലെറ്റേഴ്സ് സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കുക, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഡൊമസ്റ്റിക് ഇഷ്യൂസ്, പ്രാദേശികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേട്ട് അതിന് പരിഹാരം നിർണ്ണയിക്കുക. Then സർനാവീസ് or the chitnis handle the correspondence of the government. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ പറയുന്ന ദ സർനാവീസ് ആയിരുന്നു. മറ്റൊന്ന് ദാബിർ ഹാൻഡിൽഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ്. അന്താരാഷ്ട്രപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഹാൻഡിൽ ചെയ്തിരുന്നത് ദാബിർ ആയിരുന്നു. ന്യായാധീഷ് വാസ് ഇൻ ചാർജ് ഓഫ് ജസ്റ്റിസ്. നീതിയുടെ ചാർജ്, ജസ്റ്റിസിന്റെ ചാർജ് ആരുടെ കയ്യിലായിരുന്നു? ന്യായാധീഷിന്റെ കയ്യിലായിരുന്നു. പണ്ഡിറ്റ് റാവു വാസ് ഇൻ ചാർജ് ഓഫ് റിലീജിയസ് മാറ്റർ. പണ്ഡിറ്റ് റാവു എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇങ്ങനെ 8 മിനിസ്റ്റേഴ്സ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഛത്രപതി ശിവജിയെ
അദ്ദേഹത്തിന്റെ മറാത്ത റൂളറിനെ അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പൊ 7th ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 8ാമത്തെ ക്വസ്റ്റ്യൻ, എവറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എവറി എക്സാമിനേഷൻ നിരന്തരം സംഘം ഏജുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദ്യം വരും. സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിച്ചു വരാം, സംഘം സൊസൈറ്റിയെ കുറിച്ച് ചോദിച്ചു വരാം, സംഘം പീരീഡിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോയറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം, തിണായ് കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? വാട്ട് ഈസ് റിഫേർഡ് ആസ് സംഘം ഏജ്? വൈ ഇസ് ദ ഏജ് സിഗ്നിഫിക്കന്റ്? എന്താണ് സംഘം ഏജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഘം ഏജ് ഇത്രത്തോളം പ്രസക്തി നേടിയത്? വൈ ഇറ്റ് വാസ് സിഗ്നിഫിക്കന്റ്? നോക്കാം. ദ സംഘം ഏജ് റെഫേഴ്സ് ടു ദ പീരിയഡ് ഇൻ ആൻഷ്യന്റ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ആദ്യത്തെ പോയിന്റ്, പ്രാചീന സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് തെക്കേ ഇന്ത്യൻ ചരിത്രത്തിലെ കാലഘട്ടമാണ് സംഘം പീരിയഡ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങ് ഇന്ത്യയുടെ ഉത്തരഭാഗത്തേക്കൊന്നും പോകരുത്. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പീരിയഡ് ആണ് സംഘം പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് മാർക്ഡ് ബൈ ദ ഫ്ലറിഷിംഗ് ഓഫ് തമിഴ് ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഈസ് ഹൈലി സിഗ്നിഫിക്കന്റ് ഫോർ പ്രൊവൈഡിംഗ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ സോഷ്യോ പൊളിറ്റിക്കൽ, എക്കോണമിക് ആൻഡ് ഓൾസോ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ആൻഷ്യന്റ് തമിഴ്നാടു. പ്രാചീന കാലഘട്ടത്തിലെ തമിഴ്നാട്ടിലെ സാംസ്കാരിക ജീവിതം, അവരുടെ കൾച്ചറൽ ലൈഫ്, അതേപോലെ തന്നെ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ സൊസൈറ്റിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു സംഘം ഏജിൽ നിന്നാണ്, ആ ഏജിൽ രൂപപ്പെടുത്തിയിരുന്ന സംഘം ലിറ്ററേച്ചറിൽ നിന്നാണ് ലഭിക്കുന്നത്. Thus, the Sangam age refers to the period when bulk of Tamil literature was composed by a body of a body of Tamil scholars and poets in the history or 3 successive literary gathers called Sangam. അപ്പോൾ നമുക്ക് ഈ 3 സംഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവരാണ് ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറും മറ്റും എഴുതിയിരുന്നത്. ആ കാലഘട്ടത്തിലെ ജീവിതങ്ങളെ കുറിച്ചും സമൂഹത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ തിണായ് കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് സംഘം ലിറ്ററേച്ചറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സംഘ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൊസൈറ്റി എന്താന്ന് ചോദിക്കും. അവിടെയാണ് നിങ്ങൾ എന്ത് കൊണ്ടുവരേണ്ടത്? തിണായ് കോൺസെപ്റ്റിനെ കുറിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ തിണായ് കോൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘം ഏജ്, അതായത് ആൻഷ്യന്റ് തമിഴകത്തിൽ ഉണ്ടായിരുന്ന ഒരു ജിയോഗ്രഫിക്കൽ, എക്കോളജിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് ഡിവിഷനെയാണ് നമ്മൾ തിണായ് കോൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാദേശികപരമായിട്ട്, കാലാവസ്ഥാപരമായിട്ടുള്ള ഒരു ഡിവിഷൻ, അതായത് വിഭജനത്തിനെയാണ് പറയുന്നത്. 5 തിണയാണ് കേട്ടോ ഉള്ളത്. എത്ര തിണയാ? 5 തിണ. ഏതൊക്കെയാ? കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിങ്ങനെ 5 തിണകൾ. 5 തിണകൾക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഇപ്പൊ കുറിഞ്ചി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹില്ലി ഏരിയ ആയിരിക്കും, കുറച്ച് മൗണ്ടൈനസ് ഏരിയ ആണ്. അവിടെ കൂൾ ആയിട്ടുള്ള ക്ലൈമറ്റും നല്ല ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യവും ഉണ്ടായിരിക്കും. മുല്ലൈ എന്ന് പറയുന്നത് എന്താ? ഫോറസ്റ്റ് റീജിയൻ ആണ്, കുറച്ചുകൂടെ ഒരു കാട് നിറഞ്ഞ പ്രദേശമാണ് മുല്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വൈൽഡ് ലൈഫ് നല്ല രീതിയിൽ, വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വന്യജീവികൾ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. മരുതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചറൽ റീജിയൻ ആണ്. സംഘം പീരിയഡിൽ ഉണ്ടായിരുന്ന കാർഷിക വിഭാഗം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മരുതം എന്ന പേരിൽ അറിയപ്പെടുന്നു. നെയ്തൽ മീൻസ് കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശം. പാലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ആരിഡ് ആൻഡ് ദ ഡെസേർട്ട് റീജിയൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ ജനങ്ങൾ വളരെ വരണ്ട ഒരു കാലാവസ്ഥ, വരണ്ട ഭൂപ്രദേശം, അതായിരുന്നു പാലൈ. അപ്പൊ ഇത്തരത്തിലുള്ള 5 തിണായ് കോൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജീസ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസും ഗാന്ധിജി ഇന്ത്യയിൽ പ്രധാനമായിട്ട് നടത്തിയിരുന്ന സ്ട്രഗിൾസിനെ കുറിച്ചിട്ടും സമരമുറകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതിൽ പെടുന്നതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ആ പേരിന് തന്നെയുണ്ട്, നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം. എന്താണ്? സഹകരിക്കാതിരിക്കുക, സഹകരിക്കാതെ മുൻപോട്ടേക്ക് പോവുക, അതാണ് അതിന്റെ അർത്ഥം. സോ എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജീസ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് റൂളിനെതിരെ ഗാന്ധിജി തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കീഴിൽ തുടങ്ങിയ ഒരു സമരമുറയായിരുന്നു. ഇവിടെ ഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറയുന്ന ഫിലോസഫിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ ജനതയോട്
പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്, ബ്രിട്ടീഷുകാരെ അനുസരിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതിരിക്കുക, ബ്രിട്ടീഷ് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, അവർ നടത്തുന്ന ഇലക്ഷനിൽ പങ്കെടുക്കാതിരിക്കുക, അവരുടെ കോളേജുകളും അവരുടെ സ്കൂളുകളും ഒക്കെ ബഹിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. That's it. So now moving on to the 10th question. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം അല്ലെ. 10ാമത്തെ ചോദ്യം എന്താണ്? Which scholar first used the phrase global village? നമുക്കൊരു 20th century എന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് ഇൻ 20th century നമുക്ക് ആ ഒരു 20th century റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഗ്ലോബൽ വില്ലേജ് എന്താണ് എന്നും ആരാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന ടേം ഉപയോഗിച്ചത് എന്ന ചോദ്യം പല രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. So the concept of global village was first introduced by Marshall McLuhan and he was a Canadian communication theorist in 1960. അപ്പോൾ രണ്ട് ആൻസർ ആയി. വ്യക്തിയുടെ പേരുമായി അദ്ദേഹം ഒരു കനേഡിയൻ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആയെന്ന് മനസ്സിലായി. 1960 അദ്ദേഹം എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ടേം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടേം ആരാ ഉപയോഗിച്ചെന്ന് മനസ്സിലായി. ഇനി ഈ ടേം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടേ. നോക്കാം. The term refers to the idea that advances in communication technology have transform the world into a single interconnected community where people can communicate and interact with each other instantly and easily regardless of geographical boundaries. ലോകത്തെ എവിടെ നിന്നും, ലോകത്തെ ഏത് മൂലയ്ക്ക് നിന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യാതൊരു ബൗണ്ടറീസും ഇല്ലാണ്ട്, യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. സോ ഹിയർ ഗ്ലോബൽ വില്ലേജ് ഫീച്ചേഴ്സ് ഓവർ 25 pavilions, each representing a different country or culture. Global village in 25 pavilions ഉണ്ട്. ഓരോ പവലിയൻസിലും ഓരോ രാജ്യം, ഓരോ കൺട്രിയും അതിന്റെ കൾച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഓഫേഴ്സ് വിസിറ്റേഴ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് എ വൈൽഡ് റേഞ്ച് ഓഫ് ഇന്റർനാഷണൽ ഫുഡ്. ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്, ഇന്റർനാഷണൽ ഫുഡ് ഉണ്ടാകും, നമ്മുടെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ഉണ്ടാവും, മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻഡ് അതർ കൾച്ചറൽ പെർഫോമൻസ്. പല രാഷ്ട്രങ്ങളുടെയും കൾച്ചറൽ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ബൗണ്ടറീസ് ഇല്ല, നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബൗണ്ടറീസും ഇല്ല. ഓക്കെ. ആൻഡ് നമ്മളിപ്പോ എല്ലാം ഒരു സിംഗിൾ അംബർല ടേം, നമ്മൾ അങ്ങനെ പറയാറില്ല, ലോകം ഒരു കുടക്കീഴിൽ, അങ്ങനെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ വില്ലേജ്. ദർ ആർ ഓൾസോ ഫൺ ഫെയർ റൈഡ്സ്, ഷോപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ്, വേരിയസ് എന്റർടൈൻമെന്റ് ഷോസ് ഇൻക്ലൂഡിംഗ് കൺസേർട്സ്, മാജിക് ഷോസ് ആൻഡ് ഓൾസോ അക്രോബാറ്റിക് പെർഫോമൻസസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല കൾച്ചറൽ പെർഫോമൻസസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഐ ഹോപ്പ് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 20 ചാപ്റ്റേഴ്സ് ആണ്. ആ 20 ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്ലോബൽ വില്ലേജ് ആണ്. 20th സെഞ്ചുറിയിൽ സയൻസ് ലിറ്ററേച്ചർ ഭാഗത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നാഷണൽ മൂവ്മെന്റിൽ നമുക്ക് ഗാന്ധിജിയുടെ റെപ്രസെന്റേഷനെ കുറിച്ച് പഠിക്കാം. അതേപോലെ തന്നെ തിനായ് കോൺസെപ്റ്റ്, നമ്മൾ കുറച്ചും കൂടെ ഒരു ആൻഷ്യന്റ് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ മൗര്യ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാം. ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ രാജവംശം, ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് 5 ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്, അതിൽ ഏതെങ്കിലും റൂളേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം. മുഗൾ എംപയറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, അക്ബറിനെ കുറിച്ച് ചോദിക്കാം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനൊക്കെ നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UNO, ലീഗ് ഓഫ് നേഷൻ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, പിന്നെ റഷ്യൻ റെവല്യൂഷൻ 1970 റഷ്യൻ റെവല്യൂഷൻ, ഇതൊക്കെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക. ഇരുന്ന് പഠിക്കുക, എഴുതി പഠിക്കുക, റെക്കോർഡ് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് നന്നായി പഠിക്കുക, നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.